ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് VU എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കേരളം ബേസിക് ഫാക്ട്സ് എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നൽകിയിരുന്നത്. ആ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ നോട്ട്സുകൾ കേൾക്കാവുന്നതാണ്. ഇന്ന് നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലകളെക്കുറിച്ചുള്ള നോട്ട്സ് ആണ്. അതിൽ തിരുവനന്തപുരം ജില്ലയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതിനു മുമ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിലെല്ലാം നോട്ടിഫിക്കേഷൻ, ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജായിട്ട് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷനും തിരുവനന്തപുരം തന്നെയാണ്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. ഉത്തരം വെങ്ങാനൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. വിവാഹമോചനം കൂടിയ ജില്ലയും തിരുവനന്തപുരമാണ്. ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1940. കേരളത്തിലെ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരമാണ്. പ്രഖ്യാപിച്ചത് 2010. കേരളത്തിലെ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരം 2010 ഇത് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ.
ചിത്രലേഖ. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാർ. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ്. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ്. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ ഡാം. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ ഡാം. അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ ക്വസ്റ്റ്യൻ നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളത്. ഉത്തരം തിരുവനന്തപുരം ജില്ലയാണ്. ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണി കായൽ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരമാണ്. 88 കിലോമീറ്ററാണ്. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാണ്. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ, തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യ മല. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളവും പൊന്മുടിയും വർക്കലയും സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളവും പൊന്മുടിയും വർക്കലയും സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം 1950. തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം 1950. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യകൂടമാണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യകൂടം, നെടുമങ്ങാട് താലൂക്ക്. നെടുമങ്ങാട് താലൂക്കിലാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യകൂടം. ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. ബയോ 360. ബയോ 360 ആണ് ആദ്യ ലൈഫ് സയൻസ് പാർക്ക്. തോന്നയ്ക്കലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരമാണ്. ആദ്യത്തെ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരമാണ്. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ പ്രധാന കൊട്ടാരങ്ങൾ കിളിമാനൂർ കൊട്ടാരം, കവടിയാർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കുതിരമാളിക. ഇവയൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങളാണ്. ഒന്നുകൂടി പറയാം: കിളിമാനൂർ കൊട്ടാരം, കവടിയാർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കുതിരമാളിക. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രസിദ്ധമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിലാണ്? പ്രസിദ്ധമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിലാണ്? ഉത്തരം കുതിരമാളിക. ഉത്തരം കുതിരമാളിക. കേരളത്തിലെ ആദ്യ DNA ബാർ കോഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് പുത്തൻതോപ്പ്. കേരളത്തിലെ ആദ്യ DNA ബാർ കോഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് പുത്തൻതോപ്പ്, തിരുവനന്തപുരം. പുത്തൻതോപ്പ്, തിരുവനന്തപുരം.
കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആക്കുളം. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല 1937 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് 1937. ഫ്രണ്ട്സ്, തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള നോട്ട്സ് ഇനിയും കുറച്ചുകൂടിയുണ്ട്. ഇന്ന് ഒരുപാട് കൂടുതൽ ടൈമാകുന്നു, നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്കും കൂടുതൽ സമയമാകും. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള കൂടുതൽ നോട്ട്സ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. നോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് PSC എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.